വിലയാണ് ഹൈലൈറ്റ്. വിലയാണ് ഹൈലൈറ്റ്. പുതിയ ഇൻഷുറൻസ് അടച്ചിട്ട് നമുക്ക് 2.95 കൊടുക്കാം. ഈ വണ്ടിയോ? ഈ വണ്ടി പുതിയ ഇൻഷുറൻസ് അടച്ച് പുതിയ ബാറ്ററിയും വെച്ചു. 2.95 ഇതാ ഈ സാധനം നല്ല ഒന്നാം തരം സാധനം കേട്ടോ. അടിപൊളി. 2005 V എന്ന് പറയുമ്പോൾ മാക്സിമം വില കൊടുത്തു നമുക്ക്. മാക്സിമം 2.90 കൊടുക്കാം. വി ആണ് ഒന്നുമില്ല. ഇത് നമുക്ക് 2.10 കൊടുക്കാം. 2,10,000 11 റേസർ VX ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ. അതുപോലെ തന്നെ ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഫുള്ള് കയറും അല്ലേ. മാക്സിമം ലോണും ചെയ്തു തരും. മിസ് ചെയ്ത് നോക്കിക്കോളൂ. ഇത് 3.5 കൊടുക്കാം നമുക്ക്. 3,50,000. നെഗോഷ്യബിൾ ആവുമോ? ചെറിയ മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം അല്ലേ. ഇത് 4.80 4,80,000 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ മാറ്റം കുറച്ച് കൊടുക്കാം അല്ലേ. ഇത് 6,50,000. കുറെ ഉണ്ടോ? മാക്സിമം ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം അല്ലേ. അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാൽ 50 ഓടിയിട്ടുള്ളൂ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 25 കിലോമീറ്റർ നമ്മുടെ അല്ലമീൻ ന്യൂസ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ ഇവിടെ കിടക്കുന്ന ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് തന്നെയാണ്, പക്ഷേ കുറച്ച് വലിയ വണ്ടികളും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ അല്ലമീൻ ന്യൂസിൻ്റെ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളും മാക്സിമം വിലക്കുറവുമാണ്. അത് മാത്രമല്ല ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 100 വണ്ടിയിലധികം നിലവിലിവിടെ അവൈലബിൾ ആണ്. അതിനകത്ത് ഏകദേശം ഒരു 10-70 വണ്ടിയും ലോ ബഡ്ജറ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് മാത്രമല്ല നിങ്ങൾക്ക് മാക്സിമം ലോണും മാക്സിമം വില കുറച്ച് വണ്ടിയും തരും. മിസ് ചെയ്യേണ്ട ഈ വീഡിയോ ഉണ്ടോ മാക്സിമം ഷെയർ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുക, ഹസൻ ഖാൻ്റെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടിട്ട് വരാം. ഹസൻ ഖാൻ അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമുക്ക് ലേശം ഒരു പ്രൈസ് റേഞ്ചിൽ മാറ്റമുള്ള വണ്ടികൾ കാണിച്ചു കൊടുക്കാം അല്ലേ. അതായത് ലേശം വില കൂടിയ വണ്ടികളാണ്. അതെ അതെ അതെ. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറേ ചെറുവണ്ടികൾ കാണിച്ചിട്ടുണ്ട്, അത് കാണാൻ മറക്കണ്ട അല്ലേ. അടുത്ത എപ്പിസോഡിൽ കുറച്ച് കാണിക്കാണ്ടല്ലോ. അപ്പോൾ ഈ എപ്പിസോഡിൽ മാക്സിമം ബാക്കിയുള്ള വണ്ടികൾ കാണിച്ചു തരാം. ഇത് ഏതാ മോഡൽ? 2013 VDI അല്ലേ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 1 ചില്ലറ ഓടിയുണ്ട്. എത്ര? 1 ചില്ലറ ഓടിയുണ്ട്. 1 ചില്ലറ ഓടിയുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. വേറെ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ കിലോമീറ്റർ ഒക്കെ നിങ്ങൾ പക്ക ചെക്ക് ചെയ്തിട്ട് എടുത്തോളുക. ടയർ ഭാഗങ്ങൾ മോശമില്ല. എന്തൊക്കെ പറഞ്ഞാലും ന്യൂ ഷേപ്പ് വണ്ടിയല്ലേ അല്ലേ. വിലയോ? ഇത് 3.5 കൊടുക്കാം നമുക്ക്. 3,50,000. നെഗോഷ്യബിൾ ആവുമോ? ചെറിയ മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം അല്ലേ. 3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി 3.25 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ. മാക്സിമം ലോണാണ് ഇവിടുത്തെ പ്രത്യേകത അല്ലേ. മാക്സിമം ലോൺ. ഇത് ഈ വെള്ളയാണെങ്കിലോ? ഇത് 2014 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 14 സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ. അടിപൊളി കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ബോഡി വൈസ് നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ കൂടി കാണിച്ചു തരാം. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1,13,000 കിലോമീറ്റർ ഓടിയുണ്ട്. ജെന്യൂൻ ആണല്ലോ അല്ലേ. റീപ്ലേസും കാര്യമൊന്നുമില്ല. 1.13 ഓടിയിട്ടുള്ളൂ. ഇന്റീരിയറും വൃത്തിയുണ്ട്. ടയർ ഭാഗങ്ങളും മോശമല്ല കേട്ടോ. പിന്നെ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? നമുക്ക് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുത്തിട്ട് 3.70 കൊടുക്കാം. ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. മോഡൽ 14 VDI സെക്കൻഡ് ഓണർഷിപ്പ്. 14 VDI 3.70. ഓക്കെ, അത് നിങ്ങൾ നോക്കിക്കോളൂ. 3.60 ഒക്കെ ഫൈനാൻസും ചെയ്യാം. ഉറപ്പായിട്ട് കിട്ടും. 14 അല്ലേ. ഇനി ഇതാ ഈ റിക്സ് ആണെങ്കിലോ? ഇത് 14 ZXi ആണ്. അതായത് പെട്രോൾ വണ്ടിയാണ്. ടോപ്പ് എൻഡ് വണ്ടി കേട്ടോ. എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് പ്രോപ്പർ സർവീസ്. 80,000 കിലോമീറ്റർ ഓടി. 80 അല്ലേ. അത് ജെനുവിൻ ആയിട്ട് നമുക്ക് കാണിക്കാം. കറക്റ്റ് സർവീസ് ഉണ്ട്. സർവീസിലുണ്ട്. അടിപൊളി വണ്ടി, നല്ല വൃത്തിയാണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ. അത് ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. റീഡ്സിൽ വരില്ല. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടല്ലോ. സോറി, ബട്ടൺ സ്റ്റാർട്ട് അല്ല, നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ. അത് മാറിപ്പോയി കേട്ടോ. സോറി. സ്റ്റിയറിംഗ് കൺട്രോൾ 3.90. അതെ. റീപ്ലേസോ? അങ്ങനെ റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് സർവീസിലെ വണ്ടിയോ റീപ്ലേസും ഇല്ല. ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. 3,90,000 രൂപ നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. അതുപോലെ തന്നെ ഈ സെലേറിയോ ആണെങ്കിലോ? സെലാരിയോ 2015 ZXi ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒന്നും കാണിച്ചില്ല അല്ലേ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒന്നും കാണിച്ചിട്ടില്ല. ഇതിപ്പോ ഓടിയത് എത്രയാ? ഇത് ഓടിയത് 76,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഒന്നുമില്ല. ZXi. ഇനി ഇന്റീരിയർ കാണിച്ചു തരാം. നല്ല വൃത്തിയുണ്ട്. പക്ക നീറ്റ് എന്ന് പറഞ്ഞാൽ പക്ക നീറ്റാണ്. കിലോമീറ്റർ 76,000 ജെന്യൂൻ ആണല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വിലയോ? വില 3.90 കൊടുക്കാം. 3.90 ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം. സിംഗിൾ ഓണർ. AMT അല്ലേ. എന്നാലും നിങ്ങൾ മിസ് ചെയ്യേണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ സുസുക്കിയുടെ ഗ്ലാൻസ ഫുൾ ഓപ്ഷനാ. ഇത് 2018-19 ഡെൽറ്റയാണ്. ന്യൂ ഷേപ്പിലേക്ക് വന്നപ്പോൾ ഈ പ്രൊജക്ട് വരുമ്പോൾ ഫുൾ ഓപ്ഷൻ വിചാരിച്ചു അല്ലേ. അലോവീലിന്റെ ഒരു കുറവ്. അതെ. പിന്നെ ഇന്ത്യയിലൊക്കെ കിഡിലൻ കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഈ 18-19 എന്ന് പറയുമ്പോൾ ഓടിയത് 63 ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ. പെട്രോൾ. അടിപൊളി. സെക്കൻഡ് ഓണറാണ്. വണ്ടി എന്താ പറയുക, ഒരു കുറ്റവും പറയാനില്ല. അപാകതകൾ ഒന്നും തന്നെ ഇല്ലല്ലോ.
വിലയോ? വണ്ടിയാണ് ഇത് 480. 4,80,000 ഫുള്ള് ലോൺ ചെയ്തു എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ മാറ്റം കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. 4,80,000 രൂപയ്ക്ക് അല്ലേ? 2018-19 സെക്കൻഡ് ഓണർഷിപ്പ് ഒരു വണ്ടി. മിനിറ്റ്, 4,80 പറഞ്ഞത്? 4,80 കൊടുക്കുന്നത് ആണ് കൊടുക്കാൻ ഓഫറിൽ കൊടുക്കുക. 18-19 വണ്ടി 18-19 തട്ട് ഒന്നും ബൈക്കുകളൊന്നുമില്ല, ഒന്നുമില്ല. ആർക്കും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അത് വല്ലാത്തൊരു വിലയായി പോയല്ലോ. 18-19. അതും നമ്മുടെ ബലേനോ ഈ ഷേപ്പ് വണ്ടിയൊക്കെ 4,80 അല്ലേ? 480. ഓ, അത് കൊള്ളാട്ടോ. എന്തായാലും മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. ഇനി ഇതാണെങ്കിലോ? ഇത് 2016 ഡീസൽ പെട്രോളോ? ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1.8 ഓടി കമ്പനി സർവീസ് ഉണ്ട്. കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള, കറക്റ്റ് സർവീസിലെ വണ്ടി. അതെ അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്, ഒരു കുറ്റവും പറയാനില്ല. ഡീസൽ ഓടി എത്ര പറഞ്ഞാൽ 1.8 ഓടി കറക്റ്റ് സർവീസ് ഉണ്ട്. ആ, ഈ 1.8 എന്നൊന്നും പറയുന്ന ഒരു ഓട്ടല്ല, ഓട്ടനെ സംബന്ധിച്ച ഒരു ഓട്ടല്ല, ഉണ്ടാവില്ല. അലോയ് വീൽ ഉണ്ട്. ഇത് വേരിയന്റോ? വേരിയന്റ് എസ് ആണ്. എസ് ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ ആൻഡ്രോയിഡ് ഒക്കെ സംഭവം മാറ്റി ചെയ്തിട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതുപോലെ ഇന്റീരിയർ സീറ്റ് കവറും അടിപൊളിയാണ്. ഇതിന്റെ മെയിൻ ഗുണം 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസിലെ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. പിന്നെ ന്യൂ ഷേപ്പ് ന്യൂ ഷേപ്പ് ചെയ്താണ് കേട്ടോ. ഇത് മാറ്റിയതാ? തട്ടിയിട്ടൊന്നുമില്ലല്ലോ? തട്ടില്ല, പരിക്കില്ല. പെയിൻ വണ്ടി. പമ്പറും ഗ്രില്ലും മാറും. ഹെഡ്ലൈറ്റ് മാറൂലേ? ഹെഡ്ലൈറ്റ് മാറൂല അല്ലേ? ഓക്കെ, എന്താ പ്രൈസ്? ഇത് 6.5. 6,50,000. കുറേ ഉണ്ടോ? മാക്സിമം ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 6.5 ലക്ഷം രൂപയ്ക്ക്. അതുപോലെ തന്നെ ഈ ഡിസൈറോ? ഇത് ഡിസൈർ 2019 VDI. 19 VDI. അഡീഷണൽ അലവിലും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ തന്നെ ചെയ്താണ്. വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് അല്ലേ? 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ്. VDI 50 ഓടിയതൊക്കെ റയർ ആൻഡ് റയറസ്റ്റ് പീസാണ്. 2019. അതും ഡീസൽ ഇപ്പോൾ കിട്ടാനില്ലാത്ത സാധനം കൂടി ആയിരുന്നു അല്ലേ? കമ്പനി മാരുതി നിർത്തിയോണ്ട്. അപാകതയൊന്നുമില്ല. കറക്റ്റ് സർവീസിലെ വണ്ടി. നല്ല സീറ്റ് കവറാട്ടോ, നല്ല വൃത്തിയുള്ള സീറ്റ് കവറാണ്. ഒരു കുറ്റവും പറയാനില്ല. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാൽ 50 ഓടിയിട്ടുള്ളൂ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 25 കിലോമീറ്റർ മൈലേജ്. വിലയോ? 7.40. 7,40,000 അല്ലേ? അത് കുറച്ച് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല അല്ലേ? ചെറിയൊരു ഓട്ടം പറഞ്ഞ വണ്ടി കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം അത് കുറച്ച് തരും. പിന്നെ ചില മട്ടത്തിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഒരു 7 രൂപ അടുത്ത് സുഖമായിട്ട് ലോൺ കയറില്ലേ? 7 രൂപ ലോൺ എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ, ഇനി ഇതാണെങ്കിലോ? ഇത് 2015 GT ഡീസൽ. GT ഡീസൽ. അതെ, GT എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു TDI എഞ്ചിൻ വരുന്നത്. TDI എഞ്ചിൻ വരും. 4 സിലിണ്ടർ വരിക. അതെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ നല്ല കിട്ടിയില്ല പോലത്തെ ഒരു അലവിൽ കിടപ്പുണ്ട്. ഓക്കെ, ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല അല്ലേ? കറക്റ്റ് കമ്പനി സർവീസ്. 1.30 ഓടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഈ 1.30 ജെനുവിൻ ആണല്ലോ? മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? ലോണോ? മോഡൽ 15 അല്ലേ? 15. നല്ല വൃത്തിയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അതായത് പവർ, പെർഫോമൻസ്, മൈലേജ് എല്ലാം ഉള്ളൊരു ഫോക്സ് വാഗൺ എടുക്കണമെങ്കിൽ ഇത് എടുത്താൽ മതി. GT ആണ്. പിന്നെ ഞാൻ പറയുന്നു നല്ലോണം ചെക്ക് ചെയ്യണം. കുറച്ച് ഓടിയതുകൊണ്ടല്ലേ? വിലയോ? വില 4.90 കൊടുക്കാം. 4.90 നെഗോഷ്യബിൾ ആവും. നമുക്ക് മാക്സിമം കുറച്ച് തരും. 4.2 അടുത്തൊക്കെ സുഖമായിട്ട് ലോണും കയറും അല്ലേ? 4.90 തന്നെ കയറും. ഫുൾ വേണേ കയറും. ഓക്കെ, അപ്പം എന്തായാലും നോക്കിക്കോളൂ. ഇത്രയും വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കാണിച്ചു. ഇവിടെ വേറെ കാണിക്കാണ്ടായി ഞാൻ കാണിച്ചു തരാം. അതിന്റെ മുമ്പ് ഇവിടെ പുറകെ കുറച്ച് വേറെ വണ്ടികൾ കിടപ്പുണ്ട്. 12 ഹൈലൈൻ ഡീസൽ. ഹൈലൈൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ. വണ്ടി മോശമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓടിയതോ? 1.24 ഓടിയുണ്ട്. 1.24. അടിപൊളി. അതെന്തായാലും മോശമൊന്നുമില്ല. ഈ കിലോമീറ്റർ ജെനുവിൻ ആണല്ലോ അല്ലേ? അപാകതകളൊന്നുമില്ല. എന്താ പ്രൈസ് വരുന്നത്? 2.60. 2,60,000. 2.60 2011 വണ്ടി. 12 വണ്ടി. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ 2.5 ലോൺ ചെയ്യാം. 2.5 ലോൺ. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണം കേട്ടോ, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ ഐറ്റം ആണെങ്കിലോ? റെഡ് ഐറ്റം 2018 17 മോഡൽ 18 രജിസ്ട്രേഷൻ ആണ്. 17 മോഡൽ 18 വണ്ടി. ഇത് സ്പോർട്സ് 1.2 ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ഉണ്ട്. പെട്രോൾ ആണ്. 80 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഇന്റീരിയർ ഒക്കെ പൊളിയാണ് കേട്ടോ, ഒരു കുറ്റവും പറയാനില്ല. വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒരു അപാകതയില്ല, ഒന്നുമില്ല. ഇത് നമുക്ക് വിലയോ? ഇത് നമുക്ക് 3.95 കൊടുക്കാം. 3,90,000. ഒരു 3.25 വരെയൊക്കെ ഫൈനാൻസും ചെയ്തു. അതെ. 3,90,000 രൂപയ്ക്ക് 2017 വണ്ടി 18 രജിസ്ട്രേഷൻ. 3.5 ലോണും കയറില്ലേ? 3.5 മേലെ ചെയ്യാം. ഇതാണെങ്കിലോ? ഇതാണ് 2014 സ്പോർട്സ് ഓപ്ഷനൽ. നമ്മൾ അവിടെ പറഞ്ഞ വണ്ടി മാറിപ്പോയ. ഇത് 14 സ്പോർട്സ് ഓപ്ഷനിലാണ്. ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ഇതിനകത്താണ് ബട്ടൺ സ്റ്റാർട്ട് വരിക. എന്തായാലും കൊള്ളാം, നല്ല വൃത്തിയുണ്ട് വണ്ടി, മോശമൊന്നുമില്ല. ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം തന്നെ ഒക്കെ വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ വലിയ കംപ്ലൈന്റ് ഉണ്ടാവും.
ഇത് വില എത്ര വരും? ഇത് നമുക്കൊരു 3:30 കൊടുക്കാം. ഓടിയത് എത്രയാ? ഓടിയത് 78,000 കിലോമീറ്റർ. 78,000 ഓടി. 3:40. 3,40,000 രൂപയ്ക്ക് ബട്ടൺ ഷർട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 10 കൊണ്ടുപോകാം അല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതുപോലെ തന്നെ i20 ഉണ്ട്. ഇതാണെങ്കിലോ i20 2015 സ്പോർട്സ് പെട്രോൾ ആയിരിക്കും അല്ലേ? പെട്രോൾ ആണ്, സ്പോർട്സ് ആണ്. ഓടിയതോ? ഓടിയത് 86,000 കിലോമീറ്റർ. അത്രയൊക്കെ ഓടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെനുവിൻ ആയിരിക്കും. ഇത് മൈലേജ് ലക്ഷം കുറവുള്ള ഒരു വണ്ടിയാണ്. മെയിൻ്റെനൻസ് ഇല്ല. അതെ. പിന്നെ ബോഡി വൈസ് നല്ല വൃത്തിയുണ്ട് കേട്ടോ, ഒരു കുറ്റവും പറയാനില്ല. വലിയൊരു ഓട്ടം ഇല്ല, ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് വണ്ടി അല്ലേ? നല്ല ക്ലാസ് വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും പുതിയ ചെയ്താണ്. നല്ല വൃത്തിയില്ലേ? നല്ല വൃത്തിയുണ്ട്. അതെ. എന്തായാലും മോശമൊന്നുമില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 390 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 3,90,000 രൂപ. നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? 410 നമ്മൾ ഇതുവരെ ഉദ്ദേശിച്ചത്. അത് 15 വണ്ടി. 390 നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ 3,90,000 രൂപയ്ക്ക് ഈ ഒന്നാന്തരം മുതൽ നിങ്ങൾക്ക് കൊണ്ടുപോകാട്ടോ. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും ചെയ്യാം അല്ലേ? ഇതാണെങ്കിലോ? ഇത് 2015 സ്പോർട്സ് തന്നെ. 15 സ്പോർട്സ്. നല്ല വൃത്തിയുള്ള വണ്ടി. റെഡ് കളർ ഒക്കെ ഹൈലൈറ്റ് സാധനം കേട്ടോ. ഇനി ഇതിന്റെ ഇന്റീരിയറും കൂടെ കാണിച്ചു തരാം. ഇനി ഇന്റീരിയർ കമ്പനി സീറ്റാണ്. ഒരു സീറ്റ് കവർ മാത്രം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഇതിനകത്തുള്ളൂ. വേറെ ഒന്നും ഒരു അപാകത ഞാൻ കാണുന്നില്ല. ഈ വണ്ടിയാണ് 78,000 കിലോമീറ്റർ ഓടിയുണ്ട്. ജെനുവിൻ ആയിരിക്കും അല്ലേ? ഓട്ടം കുറഞ്ഞ വണ്ടികളാണ്. അതെ. നോക്കിയാൽ നല്ല വൃത്തിയില്ല വണ്ടി. ടയർ വാങ്ങലും മോശമില്ല. ഇതിപ്പോ നമുക്ക് പ്രൈസ് ആണെങ്കിൽ എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ. അതെ. ഓക്കെ. 2015 രണ്ടെണ്ണം ഉണ്ട്. 3,90,000. ഒന്ന് ഡീസലാണ്. ഒന്ന് ഡീസലാണ്. 3 ഉണ്ട് i20. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലേ? അത് നിങ്ങൾ കയറി കണ്ടാൽ മതി. ഇതും 4 ലക്ഷം രൂപ. ഇത് 4 ലക്ഷം രൂപ. ഇതും ഫുൾ ലോൺ ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. ഇനി ഇതാ ഈ അൾട്ടോ ആണെങ്കിലോ? അത് 2014 VXi സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 14 VXi സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നല്ല വൃത്തിയുണ്ടല്ലോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സീറ്റ് കവറൊക്കെ നമ്മൾ പുതിയ ചെയ്തതാണ്. ഈ 14 സിംഗിൾ ഓണറൊക്കെ നല്ല വണ്ടികൾ ഉണ്ടല്ലേ? മോശമൊന്നുമില്ല. ഇത് ഓടിയതോ? ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 70 ഓടിയിട്ടുള്ളൂ. എൻ്റെ ഒരു എക്സ്റ്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം. ബാക്കൊക്കെ നല്ല വൃത്തിയുണ്ട്. ടയർ വാങ്ങൽ 4 ഉണ്ടല്ലേ? ടയർ 4 ഉണ്ട്. ഇന്റീരിയർ 70% മുകളിലുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റ് ഇന്റീരിയർ ആട്ടോ. കിലോമീറ്റർ പറഞ്ഞേ? കിലോമീറ്റർ 70 സംതിങ് ഓടിയുണ്ട്. 70 സംതിങ് ഓടിയിട്ടുണ്ട്. പ്രൈസോ? പ്രൈസ് 1.85. 14 സിംഗിൾ ഓണർ വണ്ടി. VXi. ഓ, ഫുൾ ഓപ്ഷൻ കൂടിയാ അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. അടിപൊളിയാ. നല്ല വണ്ടിയാണ്, നോക്കിക്കോളൂ. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുൾ ലോണാ? ഫുൾ ലോൺ. ഇതോ? ഇത് 2018 റെഡിഗോ. ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോ ഒക്കെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 72. മോശമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഈ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണല്ലോ അല്ലേ? ഇന്ത്യയുടെ സീറ്റ് കവറും അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗിയറാന്ന് പറഞ്ഞു. AMT ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൈലേജും കിട്ടും. സ്ത്രീകൾക്കൊക്കെ ബെസ്റ്റ് സാധനം അല്ലേ? ചെറിയ വണ്ടിയാണ്. ടൗണിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. അതെ. ഇത് നമുക്ക് വിലയോ? ഇത് 260. ഓൾറെഡി ഒരു അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. 260 ഓട്ടോമാറ്റിക് 2018 ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. 2018 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി. അതിൽ ഫുൾ കവർ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. എന്താ ചെയ്യാ? 260 ഓട്ടോമാറ്റിക് ഒക്കെ ഓൾറെഡി അഡ്വാൻസ് ആയതാ? ഓൾറെഡി 5 രൂപ കിട്ടിയിട്ടുണ്ട്. ലോൺ കൊടുത്തിട്ടുണ്ട്. ലോൺ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലേ? അടിപൊളി. ഇതാണെങ്കിലോ? ഇത് 2020 VXi. 20 VXi. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 20 കാണിച്ചായിരുന്നു. അത് LXi ആയിരുന്നു. VXi ആണ്. ഇത് ഓടിയതോ? ഇത് ഓടിയത് 64,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി. ഒരു കുറ്റം പറയാനില്ല. ഇതിന്റെ ഇന്റീരിയറും കൂടെ ഒന്ന് കാണിച്ചു തരാം. എന്തൊക്കെ പറഞ്ഞാലും 20 മോഡൽ ഉണ്ടെന്നുള്ളതാണ്. ABS6 വരിക. അതെ. എയർ ബാഗ് ABS ഒക്കെ വരും. ന്യൂ ഷേപ്പും ആണ്. അതെ. പിന്നെ സെൻട്രൽ ലോക്കും എല്ലാ സാധനവും വരും അല്ലേ? വിലയോ? വില നമുക്ക് 2.85 കൊടുക്കാം. അത് നമ്മൾ 3.20 പറഞ്ഞത്. ഇത് 2.85. റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. മേജർ പ്രശ്നമൊന്നുമില്ല. ആർക്കും എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. ആളെ കൊടുന്ന് ചെക്ക് ചെയ്യുക. വണ്ടി എടുക്കുന്നതിന് മുന്നേ എങ്ങനെ ചെക്ക് ചെയ്യാൻ അവസരം നമ്മൾ കൊടുക്കും. 2.80 ആണ്. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കുക. അടിപൊളി. ഇനി ഇതാണെങ്കിലോ വെള്ളം? ഇത് 2019 LXi സിംഗിൾ ഓണർ. 19 LXi സിംഗിൾ ഓണർ. 87,000 കിലോമീറ്റർ ഓടി. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഇന്റീരിയർ കൂടെ കാണിച്ചു തരാം. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 19 ആകുമ്പോൾ എയർ ബാഗ് വരും അല്ലേ? വരില്ല. ഇത് 19 ലാസ്റ്റിക്കാണ് എയർ ബാഗ്. സിംഗിൾ എയർ ബാഗ് പോലും ഇല്ല. അത് BS6 എയർ ബാഗ് വരുള്ളൂ അല്ലേ? ഇത് ഫസ്റ്റ് വണ്ടിയാണ്. 19 ഫസ്റ്റ് വണ്ടിയാണ്. ABS ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവില്ല. വിലയോ? വില നമുക്ക് 2.75 കൊടുക്കാം. 2.75 19 വണ്ടി അല്ലേ? നെഗോഷ്യബിൾ ആവുമോ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. 2019 വണ്ടി 2.70. ആവശ്യക്കാർക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഇനി ഈ ഇതാണെങ്കിലോ? ഇത് 2010 LXi വാഗണർ. മോഡലോ?
മോഡൽ മോഡൽ 10 LX ഓടിയത് 87,000 കിലോമീറ്റർ. ഓണർഷിപ്പ് മൂന്നാമത്തതാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വാഗണറിലെ ഡിമാൻഡില്ല കളറാ. അതെ അതെ അതെ, അത് വൃത്തിയുള്ളൊരു വണ്ടിയാട്ടോ. പിന്നെ LX ആണെന്നുള്ളതേ ഉള്ളൂ, 2 പവർ വിൻഡോൻ്റെ കുറവുണ്ടാവും. പക്ഷേ സീറ്റൊക്കെ അടിപൊളി കേട്ടോ, മോശമൊന്നുമില്ല. ഇത് നമുക്ക് പ്രൈസ് എത്ര എടുക്കാം? ഇത് നമുക്ക് 1.65. 1.65. അതെ. ഇതൊക്കെ ഇപ്പൊ ഈ വിലക്ക് കൊടുക്കൂല്ലേ നിങ്ങള്? അതൊക്കെ കൊടുക്കാം. മൊത്തം കൊടുത്തങ്ങ് ഒഴിവാക്ക് തന്നെ. ഇയർ എൻഡ് ഓഫർ ആയിട്ട്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ എണ്ണ അടിച്ചു കൊടുക്കും. എല്ലാ വണ്ടിക്കും 30 ലിറ്റർ. ഡീസലാണ് ഡീസൽ, പെട്രോൾ ആണ് പെട്രോൾ. 30 കണക്ക് 30 ലിറ്റർ ഒക്കെ ചെറുവണ്ടി. ഈ അൾട്ടോണൂറൊക്കെ 28 വരുന്നത് തോന്നുന്നു. കിഡൊക്കെ 28 വരും. അപ്പൊ 2 ലിറ്റർ കുപ്പിയിലും കൊണ്ടുപോകാം. അത് നിങ്ങൾ നോക്കിയായിട്ടോ. ഇത് നോക്കിക്കോളൂ. ഇതാണെങ്കിലോ ഇത് 2016 റൈസർ ഓട്ടോമാറ്റിക്കാ. ഓടിയതോ 70,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതും ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് ഹൈലൈറ്റ്. എല്ലാവർക്കും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്ത്രീകൾക്കൊക്കെ ചെറിയൊരു വണ്ടി മഴ കൊള്ളാണ്ട് പോകാൻ ഉപയോഗിക്കാം അല്ലേ? മൈലേജും ഇല്ല, അത്യാവശ്യം മൈലേജ് ഉണ്ട്. 16 കിട്ടുമോ? അതെ. സീറ്റ് കവർ അടിപൊളിയാണ്. അതുപോലെ തന്നെ ടയറും നല്ല 4 പുത്തൻ ടയറുണ്ട്. ഇത് മോഡലാണ് നിങ്ങൾ പറഞ്ഞത്? 16 മോഡൽ 17 റൈസർ. എന്താ വില? ഇത് 1.60. 1.60 കൊടുക്കാം. 1,60,000. നല്ലോണം പ്രൈസിൽ മാറ്റം വന്നൂലേ ഇപ്പൊ? കാരണം നമ്മള് 2 ലക്ഷം ഒക്കെ ചോദിച്ചോണ്ടിരുന്ന വണ്ടിയാണ്. 1.90 ചോദിച്ചത്. അത് 1,60,000 ഓട്ടോമാറ്റിക്. അത് നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. ഇത് നോക്കിക്കോളൂ. വേണ്ടവർ പെട്ടെന്ന് വിളിച്ചോ. പെട്ടെന്ന് സെയിലായി പോകും. നമുക്ക് ഒരു അൾട്ടോ കൂടി കാണിച്ചു കൊടുത്താൽ. അൾട്ടോ കേട്ടനാണ് 2014 LXi. 14 LXi അല്ലേ? അതെ. 14 LXi ഓടിയതോ? 1.20 ഓടിയുണ്ട്. എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 1.70 കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. 1.70 അല്ലേ? അതായത് 14 വണ്ടി 1 ലിറ്റർ വരും. അതെ അതെ അതെ. കേട്ടൻ ആ ഒരു അൾട്ടോന്റെ ഒക്കെ സോറി വാഗണറിന്റെ ഒക്കെ സെയിം സീരീസ് അല്ലേ? 1.70 മാക്സിമം ലോൺ കയറില്ലേ? ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഇതാണെങ്കിലോ അഡ്വാൻസ് ആയതാ. ഇനി സ്വിഫ്റ്റ് 2010 VXi 10-11 റൈസർ VXi. മറ്റേ നമ്മൾ LXi കാണിച്ചത് VXi ആണ്. 10 മോഡൽ 11 രജിസ്ട്രേഷൻ VXi അല്ലേ? VXi അതെ. വലിയ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഒറിജിനൽ ഗ്ലാസ് ആണ്, മാറിയിട്ടില്ല. നോക്കി കാണിച്ചിട്ട് മാറിയാൽ മതി. അതെ. ഇത് നമുക്ക് 2.10 കൊടുക്കാം. 2,10,000 10-11 റൈസർ VXi ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. മാക്സിമം ലോൺ കയറാൻ പറ്റുമെങ്കിൽ കയറി തരും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ബൊലേറോ. ഇത് 2006 മോഡൽ റൈസർ SLX DI ഇഞ്ചാണ്. എന്താ വില? ഇത് നമുക്ക് 2.10 കൊടുക്കാം. 2,10,000 പുതിയ ഇൻഷുറൻസ് അടിച്ചിട്ട് കൊടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? എന്തായാലും മോശമില്ല. വെറും 2,10,000 നിങ്ങൾക്ക് നല്ല അടിപൊളി SLX വണ്ടി കിട്ടും. തട്ടുമുട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് സ്കോർപ്പിയോ ആണെങ്കിലോ? സ്കോർപ്പിയോ 2008 എംഹോക്ക്. 8 എംഹോക്ക് അല്ലേ? ഇതൊക്കെ എന്താ പ്രൈസ് വരുന്നത്? 28 വരെ പേപ്പർ എടുത്തോണ്ട് 2.25 കൊടുക്കാം. 2,20,000. ഓക്കെ, അപ്പൊ 2.10-നും 2.25-നും 2 വലിയ വണ്ടികളല്ലേ? ഓക്കെ, ഞാൻ കൂടുതലൊന്നും കാണിക്കാത്തതൊക്കെ നോർമലാണ്. അതുകൊണ്ടാണ്. നല്ല അടിപൊളി ഒരു വെന്യൂ കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? വെന്യൂ അത്യാവശ്യം മോഡൽ കൂടിയ 2019 സിംഗിൾ ഓണർ വണ്ടി. 19 സിംഗിൾ ഓണർ ആണ്. ഇത് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ SX ആണ് വണ്ടിയാണ്. അതെ അതെ. ഇത് ഓടി എത്രയ്ക്കാ? 49,000 കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓണർ. 49 ഓടിയിട്ടുള്ളൂ അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ 1 ലിറ്റർ ടർബോ GDI എഞ്ചിനാ വരിക. 1 ലിറ്റർ ടർബോ ആണല്ലേ? അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടും. പിന്നെ ഇന്റീരിയർ ഒന്നും മോശമില്ല കേട്ടോ. അതുപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രൈസോ? 7.65. 7.65 19 വണ്ടി അല്ലേ? വണ്ടി സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഉണ്ട്. അപാകതകളൊന്നുമില്ല. വൃത്തിയുള്ള വണ്ടി അല്ലേ? അതുപോലെ തന്നെ ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഫുള്ള് കയറും അല്ലേ? മാക്സിമം ലോണും ചെയ്തു തരും. നിങ്ങൾ മിസ് ചെയ്താൽ നോക്കിക്കോളൂ. അതുപോലെ തന്നെ നല്ല അടിപൊളി എക്കോസ്പോർട്ട് ഉണ്ടല്ലോ. 2015 ടൈറ്റാനിയം പ്ലസ്. 15 ടൈറ്റാനിയം പ്ലസ് ഡീസൽ അല്ലേ? അതായത് ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുള്ളിൽ നേരെ താഴെ വരും. അല്ല, ബട്ടൺ സ്റ്റാർട്ട് വരും. മേലെ ഫുൾ ഓപ്ഷൻ സ്പോർട്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഇത് ടൈറ്റാനിയം പ്ലസ് ആണ്. ടയറൊക്കെ അടിപൊളിയാണല്ലോ. ഓടിയതൊക്കെ എത്രയാ? ഓടിയത് 1.36 ഓടിയുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. അതെ അതെ അതെ. നല്ല അടിപൊളി സീറ്റ് ആണ്. ഇന്റീരിയർ ഒക്കെ കൊള്ളാം. പിന്നെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? നല്ല വൃത്തിയുണ്ട് കാണാൻ. അതൊരു കളറും അല്ലേ? വിലയോ? 4.35. മോഡൽ 15 മോഡൽ ടൈറ്റാനിയം പ്ലസ് 4.35. ഇതിൽ 6 എയർ ബാഗ് വരുന്നു. 6 എയർ ബാഗ് വരും. ഈ മറ്റേ സ്പോർട്സ് എന്ന് പറഞ്ഞ സാധനം വളരെ റെയറാ, അധികം ഇല്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ? അലോവിയിലും കാര്യങ്ങളൊക്കെ വരുന്നത് 4.60 മാക്സിമം ഫുൾ ഓൺ തന്നെ കിട്ടും അല്ലേ? 4.35. സോറി 4.35 4.35 വിലയാണ് കേട്ടോ. മാറിപ്പോണ്ട് കുറേ നേരമായില്ലേ എല്ലാത്തിന്റെ വില പറയാൻ തുടങ്ങിയിട്ട്. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ഇനി ഇതാണെങ്കിലോ? ടെസ്റ്റർ 2016 85 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 1.5 ഓടി. 85 സെക്കൻഡ് ഓണർഷിപ്പ് 1.5 ഇട്ടു അല്ലേ?
അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 85 ഇഞ്ച് അഡീഷണൽ ലെവലും കാര്യമൊക്കെ ചെയ്താണ്. പിന്നെ ഇന്റീരിയർ ഒന്നും മോശമല്ല കേട്ടോ, നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ്. ഇത് നമുക്ക് കിലോമീറ്റർ 1.5 പക്കായിരിക്കും അല്ലേ? വില എത്ര കൊടുക്കാം? ഇത് നമുക്ക് 490 കൊടുക്കാം. 490 മോശമല്ല കേട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടി. ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. ഈ ഫുൾ ലോൺ എന്ന് പറയുന്നത് മാക്സിമം വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് എസ്-ക്രോസ് 2018. ഇത് എനിക്ക് 2-3 വീഡിയോ നമ്മൾ കാണിച്ചു അല്ലേ? ഇതൊന്നുമില്ല. അത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ. ചില വണ്ടികളും ബ്ലോക്ക് ആവണാണ്. അതെനിക്ക് തോന്നുന്നു ഈ കിലോമീറ്ററിന്റെ കുറച്ച് കൂടുതലുള്ള 160-180 കോടി വണ്ടി ഒരുപാട് നമ്മൾ വിറ്റത്. പക്ഷെ ഇതിനൊന്നും ഒരു കുഴപ്പവും വരില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? ഹൈബ്രിഡ് ഇഞ്ചിനാ വരിക. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതായത് ഇത് എസ്-ക്രോസ് എന്ന് പറയുമ്പോൾ ഇത് ആൽഫ അല്ലേ? ഇത് സീറ്റ ബട്ടൺ ഷാട്ടും കാര്യമൊക്കെ വരും. അതായത് ഏറ്റവും ഫുള്ളിന് തൊട്ട് താഴെ വരും. പക്ഷെ എല്ലാ ഫീച്ചേഴ്സും മോശമൊന്നുമില്ല. അതായത് ഒരു ക്രോസ് ഓവർ SUV നല്ല അടിപൊളി സാധനം. ഇത് നമുക്ക് പ്രൈസോ? ഇത് നമുക്ക് 7.5 കൊടുക്കാം. 7.5 ലക്ഷം രൂപ അല്ലേ? 7.5 ലക്ഷം രൂപയ്ക്ക് 2018 വണ്ടി. ഹൈബ്രിഡ് ആണ്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഒരു കുറ്റം പറയാനില്ല. കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്തോളൂ. 7,50,000. പ്രോപ്പർ സർവീസിലെ വണ്ടിയാണ്. ഇതാണെങ്കിലോ? ഇത് 2014 1 ടൺ. നല്ല പവർ അല്ലേ? പിന്നെ ചെറിയ തോതിലൊക്കെ ഒരു കംപ്ലൈന്റ് ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾ നല്ലോണം പ്രോപ്പറായിട്ട് സർവീസ് ഒക്കെ ചെയ്ത് ഉപയോഗിച്ചാൽ വലിയ കുഴപ്പം വരില്ല. റഫ്യൂസ് ചെയ്യാതിരിക്കുക അല്ലേ? ഓറ് ഇത് ഓടിയതോ 1.36. പിന്നെ ഇന്റീരിയർ കാണിച്ചു. സിംഗിൾ ഓണർ അല്ലേ? ഓ, ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട്, ഒരു കുറ്റം പറയാനില്ല. പിന്നെ വില എത്ര നമുക്ക് വരുന്നത്? 3.5. മോഡൽ ഏതായിരുന്നു? 2014 മോഡലാണ്. 3.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ? XV ആണ് അന്നത്തെ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ അല്ലേ? പിന്നെ ഏതായാലും നല്ല അടിപൊളി സ്കോർപ്പിയോ കൂടി കാണിച്ചു. ഇതേതാ മോഡൽ? ഇത് 2011 M-Hawk ആണ് അല്ലേ? ഓടിയതോ? ഓടിയത് 1,24,000 കിലോമീറ്റർ ഓടി. നല്ല അടിപൊളി അലവിലൊക്കെ അഡീഷണൽ ചെയ്താണ്. ടയറുണ്ടല്ലോ, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. വേറെ അപകടങ്ങൾ ഒന്നും തന്നെ പറയാനില്ല. വേറെ മേജർ ആക്സിഡന്റ് മേജർ മൈനർ ആക്സിഡന്റ് ഇല്ല അല്ലേ? സീറ്റോർ മാറ്റണം അല്ലേ? സീറ്റോർ കമ്പനി സീറ്റോറാണ്. വേണമെങ്കിലൊന്ന് മാറ്റി കൊടുക്കുന്നത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക. അതൊക്കെ ചെയ്ത് കൊടുക്കാം. അതെ. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? 3.20 കൊടുക്കാം. 3,20,000 നമ്പർ ഉണ്ടോ? 313. 3,20,000 അല്ല. പിന്നെ ഞങ്ങളൊരു കാര്യം 3,13,000 കൊടുക്കും. വന്നാൽ നമുക്ക് കൊടുക്കാം. അതെ. നിങ്ങൾ നോക്കിക്കോട്ടെ. നല്ല 2009 പറഞ്ഞ 11 മോഡൽ. കൂടിയോ? അതെ. 3,20,000 രൂപ ആസ്കിങ്ങാണ്. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ XUV ആണെങ്കിലും 2012 W8. 12 ടോപ്പ് വണ്ടി അല്ലേ? അത് നമ്മുടെ വയനാട് വണ്ടിയാണല്ലോ. വയനാട്ടിൽ ഇറങ്ങിയ വണ്ടിയാണ്. KL 12 രജിസ്ട്രേഷൻ. ഓടി എത്രയ്ക്കാ? ഓടിയത് 1.70 ഓടിയുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ലൈവില് ലോക്കാ അപ്പുറത്ത് നോക്കാം. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട് അല്ലേ? വൃത്തിയിലുണ്ട്. അത് 12 ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പക്ഷെ സീറ്റൊക്കെ ഇത് മാറ്റി ചെയ്തിട്ടുണ്ടോ? ചെയ്തല്ലേ? ഞാനും വിചാരിച്ചു ഇത്രയും വൃത്തിയൊന്നും. കമ്പനി സർവീസും ഉണ്ട്. റീപ്ലേസും ഇല്ല. കറക്റ്റ് സർവീസും ഉണ്ടല്ലേ? ഒരു വലിയ വണ്ടിയാണ് കേട്ടോ. അതും ചെറിയ പൈസക്ക്. എത്രയ്ക്ക് കൊടുക്കാം? 4.30 കൊടുക്കാം. 4,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2012 XUV ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടും. ഒരു 3.25 ഫൈനാൻസും ചെയ്ത് കൊടുക്കാം. ചെയ്യാല്ലേ? ഇതാണെങ്കിലോ? ഇത് 2015 W8. 15 W8 അടിപൊളി കേട്ടോ. 15 മോഡലാണ്. കുറച്ചൊരു മോഡൽ കൂടി. ഇത് എന്തെങ്കിലും ഉണ്ടോ? തട്ടുമുട്ട് ആക്സിഡന്റ്? തട്ടുമുട്ടൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. കിലോമീറ്ററോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. അതൊക്കെ കിലോമീറ്റർ 90,000 കിലോമീറ്റർ ആണ്. ഇത് ലോക്കാണല്ലോ. അവിടെ തുറന്നിട്ടുണ്ട് അല്ലേ? 90. ശരിയാ? ഓ, ഇതിനായിരിക്കാം. ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. കാണിക്കുന്ന 90 എന്തായാലും. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ്. നല്ല കിടിലൻ സീറ്റ്. എനിക്ക് തോന്നുന്നത് കമ്പനി സീറ്റാണ്. സൂപ്പർ ആട്ടോ. നല്ല വൃത്തിയുണ്ട്. ഏകദേശം 90 തന്നെ ആവാനേ സാധ്യതയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയർ ഒക്കെ കണ്ടറിയാം ഏകദേശം അല്ലേ? പക്ക വൃത്തിയുണ്ട് വണ്ടി. അതെ. ടയറും മോശമൊന്നുമില്ല. വിലയോ? ഇത് നമുക്ക് 5.20 കൊടുക്കാം. 5,20,000 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 5,20,000 കൊടുക്കാം അല്ലേ? അതും 2015 വണ്ടി. വേറെ അപകടങ്ങളൊന്നുമില്ലാത്ത ക്ലീൻ വണ്ടി അല്ലേ? മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. അതിനാണ് ഹൈലൈറ്റ് സാധനങ്ങൾ കാണിച്ചത്. ഇവിടെ കുറെ ഇന്നോവകൾ കിടപ്പുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്നും കാണിച്ചു തന്നില്ല. കാരണം ഓവർ ടൈം ആവണ്ട അല്ലേ? ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2006 ലാസ്റ്റ് വണ്ടി. ഇവിടുത്തെ ഹൈലൈറ്റ് വണ്ടി. ന്യൂ ടൈപ്പ് ആക്കി. അതായത് ഇത് നല്ല രസമുള്ള ഒരു കളർ കൂടിയാണ് കേട്ടോ. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി. വിലയാണ് ഹൈലൈറ്റ്. പുതിയ ഇൻഷുറൻസ് അടച്ചിട്ട് നമുക്ക് 2.95 കൊടുക്കാം. ഈ വണ്ടി പുതിയ ഇൻഷുറൻസ് അടച്ച് പുതിയ ബാറ്ററിയും വെച്ചു. 2.95 ഇതാ ഈ സാധനം. നല്ല ഒന്നാം തരം സാധനം കേട്ടോ. മിസ് ചെയ്യണ്ട. കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2008 V ഒറിജിനൽ കേരള.
28 വരെ പേപ്പർ ഉണ്ടാവും. 28 വരെ പേപ്പർ ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഇതിൽ കേരള വണ്ടിയാണ്. അത് മാത്രമല്ല ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. എന്താ വില? ഇത് 380 കൊടുക്കാം. 3,80,000. 380 നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? ഓ, ചെറിയ മാറ്റം പറ്റി കൊടുക്കാം. അത് ഒറിജിനൽ കേരള കേരളയാണ്. പേപ്പർ എടുത്തല്ലേ? 28 വരെ പേപ്പർ ഉണ്ട്. ഇതാണെങ്കിലോ? ഇത് 2015 G4 ഇന്റർകൂളർ. 15 G4 പിന്നെ ടൈപ്പ് 4 തന്നെ ഒറിജിനൽ ടൈപ്പ് 4 വരാ. റിയല്ലേ? റിയാണ്. സെക്കൻഡ് ഓണർ 7,3,7,3,000. 7,70,000. ഓക്കെ. ഇതാണെങ്കിലോ? ഇത് 2013 V. 13 V ആണ്. ഓടിയതോ? ഇത് ഓട്ടോ 180 ഓടിയുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു 1.5 മുകളിൽ 2.5 ഓടിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഞാൻ ഓരോന്നും എടുത്ത് പറയാത്തത്. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 6.5. 13 V 6.5. അപാകത ഒന്നുമില്ല. അപാകത ചെറിയ അപാകത ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് സൈഡ് ചെറുതായി തട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2012 G4 ഇന്റർകൂളർ. 12 G4 ഇന്റർകൂളർ 12 G4 അലവിലും എംജക്ടറിന്റെ അലവിലും കാര്യമൊക്കെ ചെയ്ത് നല്ല വൃത്തിയിലുണ്ട്. അടിപൊളിയാണ്. നല്ല കണ്ടീഷൻ ഉണ്ട് കാണാൻ. ഇത് റിയൻ അല്ലേ? അറിയാണ്. 12 എന്തെങ്കിലും കൊടുക്കാം. ഇത് 6.5 കൊടുക്കാം. 6.5. റീപ്ലേസ് ഒന്നും റീപ്ലേസ് ഇല്ല. വൃത്തിയുള്ള വണ്ടി അല്ലേ? കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2012 G4. 12 G4. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് 4 ആക്കിയതാണ്. റേറ്റ് എത്രയാ? റേറ്റ് 6.4 കൊടുക്കാം. 6,20,000 നെഗോഷ്യബിൾ ആവും. ലോണൊക്കെ കയറുമെങ്കിൽ കയറി തരും. ലോൺ 4.5 വരെ കയറും. ഈ റെഡോ? റെഡ് 2005 V ആണ്. 5 V. അടിപൊളി. 2005 V എന്ന് പറയുമ്പോൾ മാക്സിമം വില കൊടുത്തു നമുക്ക്? ഓ, മാക്സിമം 290 കൊടുക്കാം. V ആണ്. 25 8 മാസം വരെ പേപ്പർ ഉണ്ട് അല്ലേ? അടിപൊളി. അപ്പൊ 290 നിങ്ങൾക്ക് 2 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇത് 2005 പേപ്പറുള്ള വണ്ടി കേട്ടോ. അപ്പൊ ഇത്രയും വണ്ടിയിലൂടെ ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. എല്ലാ വണ്ടി മാക്സിമം ചെക്ക് ചെയ്തെടുക്കാം. നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കണേ. ആൾക്കാർക്ക് അതാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മുടെ അല്ലമീൻ ന്യൂസ് കാർസിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്രയും കണ്ടോണ്ടിരുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും വണ്ടിയുടെ ഫുൾ ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ വിളിച്ചാലേ കാറ്റലോഗ് അയച്ചു. അതല്ലാതെ വിളിച്ച് ബുദ്ധിമുട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കാറ്റലോഗ് വെച്ചിട്ടുണ്ട്. മാക്സിമം വില കുറച്ചിട്ട് ഇയർ എൻഡിങ് സെയിൽ എണ്ണ 30 ലിറ്റർ കിട്ടും അല്ലേ? എല്ലാ വണ്ടിക്കും കൊടുക്കും അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇവിടുത്തെ ഈ ഒരു സ്റ്റോക്ക് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇനി 2025 സ്റ്റോക്ക് വരും അല്ലേ? അടുത്ത മാസം നമുക്ക് നല്ല കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും